ജില്ലാ പഞ്ചായത്ത് നിക്ഷേപ തട്ടിപ്പ്, പരിരക്ഷാ പദ്ധതി, മാസിന്റെ പേരിൽ കോടികളുടെ വെട്ടിപ്പ്, നേതാക്കളുടെ ലഹരി കേസുകൾ, PK ഫിറോസിന്റെ സഹോദരൻ തന്നെ ലഹരിക്കേസിൽ അഴിക്കുള്ളിലായത്, ഇങ്ങനെ ആകെ മൊത്തം തട്ടിപ്പുകാരുടെയും ലഹരിയുടെയും വിഹാര കേന്ദ്രമായി മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടി മാറിയിരിക്കുകയാണ്. ഇപ്പോഴിതാ ലീഗിന്റെ കൊടും വെട്ടിപ്പിന്റെ നീളം ലിസ്റ്റിലേക്ക് മറ്റൊരു വൻ കൊള്ള കൂടി ചേർക്കപ്പെട്ടിരിക്കുന്നു. കവളപ്പാറ ദുരന്തത്തിന്റെ മറവിലെ മുസ്ലിം ലീഗിന്റെ വൻ കൊള്ള. ദുരന്തമുഖത്ത് എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന മനുഷ്യരെ കബളിപ്പിച്ച ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ശരിയായ മുഖം പലപ്പോഴായി ജനങ്ങൾ തന്നെ വലിച്ചു കീറിയതാണ്. കവളപ്പാറയിലെ ദുരന്ത ബാധിതരെ പറ്റിച്ച വെട്ടിപ്പാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വന്നത്. 2019 ആഗസ്റ്റ് 8-നായിരുന്നു കവളപ്പാറ ദുരന്തം സംഭവിക്കുന്നത്. 59 പേരുടെ ജീവനെടുത്ത ദുരന്തം. 50 ദുരന്തബാധിത കുടുംബങ്ങൾക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്നായിരുന്നു ലീഗിന്റെ വാഗ്ദാനം. എന്നാൽ 10 കുടുംബങ്ങൾക്കാണ് വീടായത്. പക്ഷേ കൗതുകം എന്തെന്നാൽ ഇതിൽ ഒരാൾ പോലും കവളപ്പാറ ദുരന്തബാധിതരല്ല എന്നതാണ്. KMCC മുഖേന വിദേശത്തു നിന്നുൾപ്പെടെ കോടികളാണ് ലീഗ് നേതാക്കൾ പിരിച്ചത്. എന്നാൽ പദ്ധതിയുടെ മറവിൽ ലീഗ് നേതാക്കളും പ്രവർത്തകരുമാണ് വീട് സ്വന്തമാക്കിയതെന്ന് മാത്രം. എത്ര പിരിച്ചെന്നോ എത്ര ചെലവായെന്നോ ഒരു കണക്കും ലീഗ് പുറത്തുവിട്ടിട്ടില്ല. ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീഡിയോ പ്രചരിപ്പിച്ചാണ് തുടക്കത്തിൽ KMCC മുഖേന പുനരധിവാസ പദ്ധതിക്കായി 5 കോടി പിരിച്ചത്. നാട്ടിലിറങ്ങിയും പിരിവ് നടത്തി. പിന്നാലെയാണ് വെട്ടിപ്പുകളുടെ പരമ്പര തന്നെ ആരംഭിച്ചത്. പോത്തുകല്ല്, വെളുമ്പിയപാടം, കോടാലിപ്പൊയിൽ, പൂളപ്പാടം പ്രദേശങ്ങളിൽ തുച്ഛമായ വിലയ്ക്ക് ഭൂമി വാങ്ങി. അത് 3 ഇരട്ടി വിലയ്ക്ക് രജിസ്റ്റർ ചെയ്തു. മമ്പാട് പഞ്ചായത്തിൽ വാങ്ങിയ ഭൂമി ലീഗ് നേതാവ് മറിച്ചുവിറ്റെന്നും ആരോപണമുണ്ട്. പൂളപ്പാടത്ത് 10ഉം വെളുമ്പിയപാടത്ത് 6ഉം കോടാലിപ്പൊയിൽ 6 കുടുംബങ്ങൾക്കുമാണ് ഭൂമി ലഭിച്ചത്. വെളുമ്പിയം പാടത്തും കോടാലിപ്പൊയിലും വീടുകൾ നിർമ്മിച്ചത് സർക്കാരിന്റെ ലൈഫ് പദ്ധതിയിലാണ്. പൂളപ്പാടത്ത് രജിസ്ട്രേഷൻ രേഖകൾ പുറത്തു വന്നതോടെയാണ് കവളപ്പാറയിലെ ഒരാൾ പോലും ഇതിലില്ലെന്ന് തെളിഞ്ഞത്. സമീപ പഞ്ചായത്തുകളിലെ ലീഗുകാരാണ് പദ്ധതിയിൽ ഇടം നേടിയത്. ദുരന്ത ബാധിതർക്ക് വാങ്ങിയ ഭൂമിയിൽ 25 സെന്റ് ലീഗ് പഞ്ചായത്ത് അംഗം അങ്ങ് കൈയടക്കി. പോത്തുകല്ല്, വെളുമ്പിയപാടം പ്രദേശത്ത് വാങ്ങിയ ഭൂമിയിൽ റോഡരികിലെ സ്ഥലമാണ് ലീഗ് പഞ്ചായത്തിന്റെ ഭാര്യയുടെ പേരിലേക്ക് മാറ്റിയത്. മയക്കുമരുന്ന് കച്ചവടക്കാരുടെയും സാമ്പത്തിക തട്ടിപ്പുകാരുടെയും വിഹാര കേന്ദ്രമായി മുസ്ലിം ലീഗ് മാറിയെന്ന് KT ജലീൽ പറഞ്ഞത് വെറുതെയായില്ല. വയനാട് പുനരധിവാസത്തിന്റെ മറവിൽ വെട്ടിപ്പ് നടത്തി സ്വന്തം കീശ വീർപ്പിക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളെ ജനം ചോദ്യം ചെയ്യും. ദുരന്ത ബാധിതരെ പറ്റിക്കുന്ന നയം നിർത്തുന്നതാണ് നിങ്ങൾക്കു തന്നെ നല്ലത്.